കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അതിവിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് നാം കുടുംബങ്ങളിൽ നോക്കുമ്പോൾ ഓരോ ചെറിയ കാര്യങ്ങൾക്ക് വഴക്കുണ്ടാക്കി കലഹിച്ചു കൊണ്ടിരിക്കുന്നവരെ നമുക്ക് കാണുവാൻ സാധിക്കും. പക്ഷേ ദൈവവചനം എന്ത് പറയുന്നു പറഞ്ഞാൽ, നാം ക്രിസ്തുവിനെ സ്വീകരിക്കുന്നതിന് മുമ്പ് നമുക്കും ആ സ്വഭാവം ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. അപ്പോൾ ആയതുകൊണ്ട് അവരോട് ക്ഷമിപ്പാൻ നാം കടമപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നു. പൂർണ്ണ ക്ഷമയോടെ സൗമ്യതയോടെ അവരോട് പെരുമാറണമെന്ന് ദൈവവചനം പറയുന്നു. തീത്തോസിന് ലേഖനം അപ്പോസ്തലനായ പൗലോസ് എഴുതുമ്പോൾ അതിന് 3-ാമത്തെ അധ്യായം 2-ാമത്തെ വാക്യത്തിൽ സഭയോട് ഇങ്ങനെ പറയുന്നു: ആരെ കൊണ്ടും ദൂഷണം പറയാതെയും കലഹിക്കാതെയും ശാന്തന്മാരായി സകല മനുഷ്യരോടും പൂർണ്ണ സൗമ്യത കാണിപ്പാനും അവരെ ഓർമ്മപ്പെടുത്തുക എന്ന് തീത്തോസിനോട് പറയുകയാണ്. അപ്പോൾ സഭയോട് ഓർമ്മപ്പെടുത്താനാണ് പൂർണ്ണ സൗമ്യത കാണിക്കണം എന്ന്. അപ്പോൾ വീണ്ടും അപ്പോസ്തലനായ പൗലോസ് 3-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്: മുമ്പേ നാമും ബുദ്ധികെട്ടവരും അനുസരണമില്ലാത്തവരും വഴിതെറ്റി നടക്കുന്നവരും നാനാ മോഹങ്ങൾക്കും ഭോഗങ്ങൾക്കും അനീതരും ഈർഷ്യയിലും അസൂയയിലും കാലം കഴിക്കുന്നവരും ദോഷിതരും അന്യോന്യം പകയ്ക്കുന്നവരും ആയിരുന്നുവല്ലോ എന്ന് കാണുന്നു. അപ്പോൾ നമ്മുടെ കയ്യിൽ അല്ലെങ്കിൽ മനുഷ്യൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ചില സ്വഭാവങ്ങൾ, ദേഷ്യം, ഈർഷ്യ, അന്യോന്യം പകയ്ക്കുന്നത്, നുണ പറയുന്നത്, അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പേ ഒരു വ്യക്തിയിൽ ഇരുന്നാലും അത് രക്ഷിക്കപ്പെട്ട് ദൈവസന്നിധിയിൽ വന്നതിന് ശേഷം അത് നാം ക്രിസ്തുവിൽ നാം അത് മറക്കുന്നു വീണ്ടും, അല്ലെങ്കിൽ അതങ്ങനെ ചെയ്യുന്നില്ല. അപ്പോൾ വേറൊരാൾ നമ്മോട് ഇത് കാണിക്കുമ്പോൾ അവരോട് നാം ക്ഷമിപ്പാനെന്ന്. അപ്പോൾ നമ്മോട് ഒരാൾ ദേഷ്യപ്പെട്ട് അല്ലെങ്കിൽ നമ്മോട് ഒരാൾ അസൂയ കൊണ്ട് നമ്മെക്കുറിച്ച് ദൂഷണ വർത്തമാനങ്ങൾ പറഞ്ഞു നടന്നാൽ, അല്ലെങ്കിൽ നാം ചെയ്യാത്തത് ചെയ്തു എന്ന് പറയുമ്പോൾ അവരോട് ശണ്ട ഉണ്ടാക്കി ദേഷ്യപ്പെട്ട് നിൽക്കുന്നവരാൾട്ടല്ല, അവരോട് ക്ഷമിപ്പാൻ നമുക്ക് കൃപ തോന്നണം. അതൊരു കൃപ ദൈവം തന്നെ നൽകണം നമുക്ക്. അതുകൊണ്ട് നമുക്ക് ദൈവസന്നിധിയിൽ ശാന്തരായിരിക്കാൻ ഒരു കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ സമയത്ത് കർത്താവ് മെസ്സേജ് കേട്ടുകൊണ്ടിരുന്ന ഓരോരുത്തരും അപ്പൻ്റെ കരങ്ങൾ തരുന്നു. കർത്താവെ, നാം നിങ്ങളെ കർത്താവെ അന്വേഷിച്ച് വന്നതിന് ശേഷം നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ കർത്താവ് തന്നതുപോലെ, കർത്താവെ, നമ്മുടെ ജീവിതത്തിൽ നമുക്കെതിരായിട്ട് വരുന്ന ദൈവമിപ്പോൾ ഓരോരുത്തരുടെ വർത്തമാനങ്ങളും വാക്കുകളും കർത്താവെ, ഷണ്ടകളും കർത്താവെ, അതിന് പകരം പറഞ്ഞു നിൽക്കാതെ സൗമ്യതയോട് ശാന്തതയോടെ കർത്താവെ അതിനെ കർത്താവെ അഭിമുഖീകരിക്കാൻ, അവരോട് ക്ഷമിക്കുവാനുമുള്ള കൃപ നീ നമുക്ക് നൽകി തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കൃപയോട് കേട്ട് മറുപടി നൽകി തരണം നല്ല പിതാവേ. ആമേൻ.